എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ എയർലൈൻ കമ്പനികളിൽ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതാ ഒരു മികച്ച അവസരം വന്നിട്ടുണ്ട്, ഒരു സുവർണാവസരം വന്നിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളിൽ 3-ാം സ്ഥാനത്തുള്ള എമിറേറ്റ്സ് കമ്പനിയിലേക്ക് ഒട്ടനവധി അവസരങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു വേക്കൻസികളെ കുറിച്ചും എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നവരായിട്ടാണല്ലോ ഈ ഒരു വീഡിയോ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. എമിറേറ്റ്സ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസിയിലേക്ക് ജോബ് ലൊക്കേഷൻ വരുന്നത് സ്വപ്ന നഗരമായ ദുബായിലേക്കാണ്. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈനാണ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടി വരിക. റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് ആണ്. കമ്പനി ഡയറക്റ്റ് ആണ് ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. കമ്പനി ഡയറക്റ്റ് തന്നെ നിങ്ങളെ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്, നോക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് സാലറി, എല്ലാ വേക്കൻസികളിലേക്കുമുള്ള സാലറി ഞാൻ ആദ്യമേ തന്നെ പറയാം. കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളത് 2200 UAE ദിർഹം മുതൽ 4800 UAE ദിർഹം വരെയാണ്. അതായത് ഏകദേശം 50,000 ഇന്ത്യൻ രൂപ മുതൽ 1 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ വരെയാണ് സാലറി ആയിട്ട് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ മുതൽ +2, ഡിഗ്രി, ഡിപ്ലോമ എന്നീ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. 21-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക. എല്ലാ വേക്കൻസികളിലേക്കും തന്നെ യുവാക്കളെ പരിഗണിക്കും. മറ്റു ബെനിഫിറ്റുകളെല്ലാം തന്നെ UAE ലേബർ ലോ പ്രകാരം തന്നെയായിരിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസിൽ നോക്കാം. ആദ്യം നമുക്ക് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെയിൽസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ്, സീനിയർ സെക്യൂരിറ്റി ഏജൻറ്റ്, ഗസ്റ്റ് എക്സ്പീരിയൻസ് സൂപ്പർവൈസർ, സീനിയർ ടെക്നിക്കൽ എഞ്ചിനീയർ, മാനേജർ വർക്ക് ഫോഴ്സ് സ്ട്രാറ്റജി, അതേപോലെ തന്നെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ടെക്നിക്കൽ മാനേജർ, സീനിയർ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, അതേപോലെ തന്നെ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റ്, സ്കിൽസ് ഡെവലപ്മെൻറ്റ് പാർട്ണർ, അതേപോലെ തന്നെ ലേണിംഗ് എക്സ്പീരിയൻസ് സ്റ്റാൻഡേർഡ്സ് പാർട്ണർ, കോർപ്പറേറ്റ് ട്രാവൽ കൺസൾട്ടൻറ്റ്, അഗിലി ഡെലിവറി മാനേജർ, ടെക്നിക്കൽ സർവീസ് എഞ്ചിനീയർ 2, ടെക്നിക്കൽ സർവീസ് എഞ്ചിനീയർ, ക്വാളിറ്റി അഷുറൻസ് ഓഡിറ്റർ, ഡാറ്റ എയർപോർട്ട് ഓപ്പറേഷൻസ് പോസ്റ്റിലേക്കാണ് ഈ ക്വാളിറ്റി അഷുറൻസ് ഓഡിറ്റർ പോസ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത്. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി എക്സിക്യൂട്ടീവ്, സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കാർഗോ ഫ്രൈറ്റർ സപ്പോർട്ട് ഓഫീസർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കാർഗോ ഏജൻറ്റ്, സർവീസ് ഡെലിവറി ഏജൻറ്റ്, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ക്വാളിറ്റി അഷുറൻസ് കൺട്രോളർ, സ്കൈവേർഡ്സ് ലോയലിറ്റി എംപ്ലോയ്മെൻറ്റ് അസോസിയേറ്റ്, ഡാറ്റ പ്രൈവസി അനലിസ്റ്റ്, ഗ്രൗണ്ട് ഡിസ്പാച്ചർ, സീനിയർ ഗ്രാഫിക് ഡിസൈനർ, കോൺടാക്ട് സെൻറ്റർ മാനേജർ, അതേപോലെ തന്നെ IT ഗ്രാജുവേറ്റ് പ്രോഗ്രാമിംഗ് പോസ്റ്റിലേക്ക്, ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. എല്ലാത്തിലേക്കും തന്നെ സാലറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2200 UAE ദിർഹം മുതൽ 4800 UAE ദിർഹം വരെയായിരിക്കും. ഒന്നിൽ കൂടുതൽ വേക്കൻസികൾ എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെയുണ്ട്. ഒന്നിൽ കൂടുതൽ വേക്കൻസികളുണ്ട്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്. കമ്പനി നേരിട്ട് തന്നെയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ശ്രദ്ധയോടെ ഈ ഒരു വീഡിയോ ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എമിറേറ്റ്സ് ഗ്രൂപ്പിൻ്റെ കരിയർ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതായത് www.emirates.group-careers@.com എന്ന നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും. അതിൽ കരിയേഴ്സ് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരിക്കും. അവിടെ റിലവൻറ്റ് ജോബ്സ് എന്ന് സെർച്ച് ചെയ്യുക. ശേഷം സെർച്ച് ബാറിൽ ഫിൽട്ടർ ചെയ്യുക. അതായത് ലൊക്കേഷൻ കാര്യങ്ങൾ, അതായത് ദുബായിലേക്കാണ് ഇപ്പോൾ ജോബ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് അത് ഫിൽട്ടർ ചെയ്ത് ലൊക്കേഷൻ ദുബായ് എന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്നതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക്
ഓരോ വേക്കൻസികളും കാണാൻ കഴിയും ആ ഒരു സൈറ്റിൽ. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഓരോ വേക്കൻസികൾ കാണാൻ കഴിയും. ആ വേക്കൻസികളെല്ലാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കാനും കഴിയുന്നതാണ്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ, ആ ഒരു ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുന്നതാണ്. അതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ യോഗ്യതയ്ക്ക് പറ്റിയിട്ടുള്ള വേക്കൻസിയാണ് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നാലാമതായി ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട്, ഇവരുടെ സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. യാതൊരു പേടിയും പേടിക്കേണ്ട. എമിറേറ്റ്സ് കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ സൈറ്റാണ് ഈ www.emirates ഞാൻ പറഞ്ഞിട്ടുള്ള, അതായത് www.emiratesgroupcareers.com എന്നത് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റാണ്. അതുകൊണ്ട് യാതൊരു പേടിയും പേടിക്കണ്ട. അവരുടെ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ലഭിക്കുന്നതാണ്. ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റെസ്യൂം അല്ലെങ്കിൽ CV, അതേപോലെ തന്നെ കവർ ലെറ്റർ, മറ്റുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഓരോ ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ID പ്രൂഫും ഉൾപ്പെടുത്താൻ മറക്കരുത്, അതായത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത ശേഷം നിങ്ങളൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന ജോലിയിലേക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നതെന്ന്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ. ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത CVയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കുക, കവർ ലെറ്ററിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കുറവുണ്ടോ നോക്കുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമില്ല. ചില പോസ്റ്റുകളിലേക്ക് നിർബന്ധമാണ്. അതൊക്കെ നിങ്ങൾക്ക് ആ സൈറ്റിൽ ചെക്ക് ചെയ്താൽ അറിയാൻ കഴിയുന്നതായിരിക്കും. എല്ലാം ചെക്ക് ചെയ്ത ശേഷം ഓക്കെ ആണെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു CVയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൾ വരുന്നതാണ്. നിങ്ങൾക്ക് കമ്പനി ഡയറക്റ്റ് കോൾ വിളിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറേഞ്ച് അവർ ചെയ്യുന്നതാണ്. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓൺലൈൻ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയൊന്നുമില്ല. അങ്ങനത്തെ തെറ്റിദ്ധാരണ വേണ്ട. ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഏകദേശം ജനുവരി 23 വരെയാണ് അവരുടെ ലാസ്റ്റ് ഇതിലേക്ക് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കേണ്ട, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഈ ജനുവരി 23 കഴിഞ്ഞാൽ ഏകദേശം 1-2 ആഴ്ചയോളം ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഷോർട്ട് ലിസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും 1 മാസത്തോളം സമയം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നതാണ് അടുത്ത കാര്യം. എന്താണേലും ഇവരുടെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ യോഗ്യതയ്ക്കും മറ്റു കഴിവിനും പറ്റിയുള്ള വേക്കൻസികൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനെല്ലാം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുക. എല്ലാം ചെക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീഡിയോ 8 മിനിറ്റിലോ 10 മിനിറ്റിലോ ഒതുങ്ങില്ല. അതുകൊണ്ടാണ് ചുരുക്കി നമ്മൾ സംസാരിച്ചിട്ടുള്ളത്.